ഹായ് ഓൾ, iPlus ട്രെയിനിങ് സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UGC നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. 2025 ഡിസംബർ സൈക്കിളിലെ ചില ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ നമുക്ക് ഈ ക്ലാസ്സിൽ നടത്താം. ഓക്കെ, വാട്ട് ഡസ് ദ പോണ്ടറൽ ഇൻഡെക്സ് മെഷർ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പോണ്ടറൽ ഇൻഡെക്സിനെ കുറിച്ച്. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ പറഞ്ഞിരിക്കുന്നതിൽ പോണ്ടറൽ ഇൻഡെക്സ് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ 1 ബോഡി വെയ്റ്റ് റിലേറ്റീവ് ടു ഹൈറ്റ് ക്യൂബ്ഡ്. ഓപ്ഷൻ 2 ബോഡി മാസ് പെർ യൂണിറ്റ് ഹൈറ്റ്. ഓപ്ഷൻ 3 ലീൻ ബോഡി മാസ്. ഓപ്ഷൻ 4 ബോഡി ഫാറ്റ് പെർസെൻറ്റേജ്. ഇത് ന്യൂമറിക്കൽ ഇതിലല്ല, ഇക്വേഷൻ വൈസിലല്ല, ജസ്റ്റ് സെൻറ്റൻസ് ആയിട്ടാണ് എന്താണ് പോണ്ടറൽ ഇൻഡെക്സ് മെഷർ ചെയ്യുന്നതെന്ന് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അറിയാം, ബോഡി വെയ്റ്റിനെ ഹൈറ്റ് ക്യൂബ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ പോണ്ടറൽ ഇൻഡെക്സ് കണ്ടെത്തുക എന്നറിയുന്നത്, നമുക്ക് അറിയാം. ദെൻ ബോഡി മാസ് ഇൻഡെക്സ് BMI കണ്ടുപിടിക്കുന്നത് വെയ്റ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ അതുപോലെ നമ്മൾ ബോഡി കോമ്പോസിഷനെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ നമുക്ക് അറിയാം വാട്ടർ കണ്ടന്റും ലീൻ ബോഡി മാസും ബോഡി ഫാറ്റിൻ്റെ അതെല്ലാം കൂടെ വെച്ചുകൊണ്ടുള്ളൊരു കണക്കാണല്ലോ. സോ പോണ്ടറൽ ഇൻഡെക്സ് നമുക്ക് കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ഓപ്ഷൻ 1 ആണ്, ബോഡി വെയ്റ്റ് റിലേറ്റീവ് ടു ദി ഹൈറ്റ് ക്യൂബ്ഡ്. ഓക്കെ, പോണ്ടറൽ ഇൻഡെക്സ് അതിനെ ഷോർട്ട് ഫോം ആയിട്ട് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് PI എന്ന് എഴുതിയാണ്. is an anthropometric measure used especially in studies of body composition. ബോഡി കോമ്പോസിഷന്റെ സ്റ്റഡിയുമായി ബന്ധപ്പെട്ട് യൂസ് ചെയ്യുന്ന ഒരു ആന്ത്രോപോമെട്രിക് മെഷറാണ് എന്ത്? PI എന്ന് പറയുന്നത്. ഇത് കൂടാതെ നമുക്കുള്ളത് BMI ആണ്. ഓക്കെ, BMIയുടേത് എന്താണെന്ന് നമുക്കറിയാം. വെയ്റ്റ്, ബോഡി വെയ്റ്റ് കിലോഗ്രാമിൽ കണ്ടെത്തി അതിനെ ഹൈറ്റ് മീറ്റർ സ്ക്വയറിലാണ് നമ്മൾ BMI ബോഡി മാസ് ഇൻഡെക്സ് കണ്ടെത്തുന്നത്. പോണ്ടറൽ ഇൻഡെക്സ് ആകുമ്പോൾ അതിൻ്റെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? PI ഈസ് ഈക്വൽ ടു ബോഡി വെയ്റ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ. സോ PIയുടെ ഇതെന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത് വെയ്റ്റ് അത് എന്തിലാണ്? അതും കിലോഗ്രാമിൽ തന്നെയാണ്. ഹൈറ്റ് എന്തിലാണ്? ഹൈറ്റ് മീറ്ററിലാണ്. പക്ഷെ എന്താണ് വ്യത്യാസം? ക്യൂബാണ്. വളരെ ചെറിയ വ്യത്യാസമാണ് BMIയും PIയും തമ്മിൽ ഉള്ളത്. ഓക്കെ, വളരെ ഡയറക്റ്റായിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് വേറെ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ 2025 ഡിസംബർ സൈക്കിളിലെ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ വീണ്ടും ഒരെണ്ണം കൂടെ വന്നിരിക്കുന്നു. ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്സ്. വൺ ഈസ് ലേബിൾഡ് as assertion A and the other is labeled as reason R. Assertion A: all of the energy used by the human body is ultimately derived from the chemical energy in the foods that we eat. ഇവിടെ പറഞ്ഞിരിക്കുന്ന അസേർഷന് ഇതാണ്: നമ്മുടെ ഹ്യൂമൻ ബോഡി ഉപയോഗിക്കുന്ന എല്ലാ എനർജിയും, ഓൾ ഓഫ് ദ എനർജി, ഹ്യൂമൻ ബോഡി ഉപയോഗിക്കുന്ന എല്ലാ എനർജിയും അത് ഉത്ഭവിച്ച് വരുന്നത് അല്ലെങ്കിൽ ഉരുത്തിരിഞ്ഞ് വരുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നുള്ള കെമിക്കൽ എനർജിയിൽ നിന്നാണ്. അതായത് വളരെ സിമ്പിൾ ലോജിക്കാണ്. ഇച്ചിരി സെന്റൻസിന്റെ വലുപ്പം കൂടിയത് കൊണ്ട് നിങ്ങളാരും കൺഫ്യൂഷൻ ആവണ്ട. നമുക്ക് നമ്മുടെ എനർജി എവിടെ നിന്ന് കിട്ടുന്നത്? നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ഫുഡിൽ നിന്ന്. അത്ര ഒരു സംഗതി അവിടെ പറഞ്ഞിട്ടുള്ള അസേർഷനിൽ all of the energy used by the human body is ultimately derived from the chemical energy in the foods that we eat. Okay, ഇനി ഇതിന് റീസൺ ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദിസ് കെമിക്കൽ എനർജി മേ ബി യൂസ്ഡ് ഇമ്മീഡിയറ്റ്ലി ഓർ ഇറ്റ് മേ ബി സ്റ്റോർഡ് ഫോർ ലേറ്റർ യൂസ്. ഒറ്റയടിക്ക് നോക്കുമ്പം നമുക്ക് അത് ശരിയല്ലേ എന്നിങ്ങനെ തോന്നും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ അസേർഷന് സെൻറ്റൻസ് പിടിച്ചൊരു വലുപ്പമുണ്ട്. പക്ഷേ ഒറ്റവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന നമ്മുടെ ഫുഡിൽ നിന്നാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള എനർജി ഉണ്ടാവുന്നത്. അതാണ് അസേർഷൻ.
അതിൻ്റെ റീസൺ പറയുന്നത് നമ്മൾ ഈ ഫുഡിലൂടെ നമുക്ക് ലഭിക്കുന്ന എനർജി ഒന്നെങ്കിൽ ഉടനെ തന്നെ യൂസ് ചെയ്യും, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ച് പിന്നീട് ഉപയോഗിക്കും. ഇതാണ് റീസണിൽ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സംഗതി ഇതാണ്. ദിസ് കെമിക്കൽ എനർജി മേ ബി യൂസ്ഡ് ഇമ്മീഡിയറ്റ്ലി ഓർ ഇറ്റ് മേ ബി സ്റ്റോർഡ് ഫോർ ദ ലേറ്റർ യൂസ്. യഥാർത്ഥത്തിൽ നമ്മുടെ ആ ഒരു ഫുഡിൻ്റെ ആ ഒരു പ്രോസസ്സിങ്ങും കാര്യങ്ങളും വരുന്നത് ആക്ച്വലി നമ്മളിപ്പം കഴിക്കുന്നതിൻ്റെ എനർജി ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുമോ? അതായത് ഞാനിപ്പോൾ ഒരു ഫുഡ് കഴിച്ചു എന്നിരിക്കട്ടെ, അതിൻ്റെ എനർജി ഇമ്മീഡിയറ്റ് ആയിട്ട് എനിക്ക് കിട്ടുമോ? ഇല്ല. ഓൾറെഡി അത് ബോഡിയിൽ സ്റ്റോർ ചെയ്യപ്പെടുകയാണ്. ഓൾറെഡി സ്റ്റോർ ചെയ്യപ്പെട്ട ആ ഒരു എനർജിയിൽ നിന്നാണ് എനിക്ക് ആവശ്യമായിട്ടുള്ള എനർജി കിട്ടുന്നത്. അല്ലാതെ ഞാൻ കഴിച്ചതിൽ നിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് എനർജി ഒന്നും കിട്ടുന്നില്ല. ഞാൻ ഈ കഴിക്കുന്നതെല്ലാം എൻ്റെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്ത് ഫോമിൽ? സ്റ്റോർഡ്. യെസ്, അത് പല ഫോമിൽ ബോഡിയിൽ അത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരിക്കലും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള യൂസിന് വേണ്ടി അത് എടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ അസേർഷൻ പറഞ്ഞിരിക്കുന്നത് വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ഇവിടെ ഒരു ചെറിയ തെറ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ കെമിക്കൽ എനർജി ഇമ്മീഡിയറ്റ് ആയിട്ട് യൂസ് ചെയ്യും, ഒരിക്കലുമില്ല. ദിസ് കെമിക്കൽ എനർജി സ്റ്റോർഡ് ഫോർ ലേറ്റർ യൂസ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കുക അസേർഷനും റീസണും. All of the energy used by human body is ultimately derived from the chemical energy in the foods that we eat. Reason, this chemical energy is stored for later use. അതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. പക്ഷേ ഈ റീസണിൽ മേ ബി യൂസ്ഡ് ഇമ്മീഡിയറ്റ്ലി എന്നൊരു കാര്യം വന്ന് അത് തെറ്റിപ്പോയതാണ്. മേ ബി യൂസ്ഡ്, ചിലപ്പോൾ ഉപയോഗിക്കും, അല്ല ഉപയോഗിക്കത്തില്ല. ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമാണെങ്കിൽ അത് ഉപയോഗിച്ചിരിക്കും. സ്റ്റോർ ചെയ്യപ്പെടാനാണ് സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കും. അപ്പൊ ആ ഒരു വാക്കിലാണ് ഇവിടെ റീസൺ തെറ്റിപ്പോയി കിടക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ ഓപ്ഷൻസ് നോക്കുക. അപ്പം നമുക്ക് ഓൾറെഡി അറിയാം എ ആയിരുന്നു കറക്റ്റ്. ആറിനൊരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഇതാണ് എയും ആറും കറക്റ്റ് ആണ്. ഓക്കെ, അതായത് നമ്മുടെ എയും ആറും കറക്റ്റ് ആണ്. ഈ ആറിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ദിസ് കെമിക്കൽ എനർജി സ്റ്റോർഡ് ഫോർ ലേറ്റർ യൂസ് പറഞ്ഞിരിക്കുന്ന ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ഇത് കണ്ടോ, മേ ബി എന്നൊരു കാര്യം വരുന്നുണ്ട്. മേ ബി യൂസ്ഡ് ഇമ്മീഡിയറ്റ്ലി. അത് എന്ത് സിറ്റുവേഷനാണോ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആൻസർ ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ്. ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല ആറ്. അപ്പോൾ എ കറക്റ്റ് രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ എന്ത് സിറ്റുവേഷനിലാണ് അവിടെ ഇത് ചെയ്തതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് കറക്റ്റായിട്ട് വന്നേനെ. ഓക്കെ, രണ്ട് കാര്യങ്ങളും പറയുകയാണ്. ഒന്നെങ്കിൽ പെട്ടെന്ന് എടുക്കും, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കും. പക്ഷെ ഇതാണ് അതിലൊരു ചെറിയൊരു പ്രശ്നം വന്നതുകൊണ്ടാണ് അത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആവാതെ വന്നത്. സോ അതാണ് all of the energy used by the human body is ultimately derived from the chemical energy in the foods that we eat. അതിന്റെ റീസൺ എന്ന് പറയുന്നത് this chemical energy may be used immediately or it may be stored for later use. അതില് this chemical energy may be used immediately തന്നെ ഉപയോഗിക്കണം എന്നവിടെ ഒരിക്കലും ഒരു ഉറപ്പ് പറയുന്നില്ല. പക്ഷെ അത് ഉപയോഗിക്കും, ആവശ്യമെങ്കിൽ അത് ഉപയോഗിക്കും, അല്ലെങ്കിൽ ആവശ്യമില്ലെങ്കിൽ എന്താണ് പിന്നീടുള്ള ഇതിലേക്ക് വേണ്ടി അത് സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡ്യൂറിങ് എ പുള്ളപ്പ് എ മസിൽ ആക്ട്സ് ആസ് ദ പ്രൈം മൂവർ ഫോർ എൽബോ ഫ്ലെക്ഷൻ ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് ഇൻസെർഷൻ. അതായത് പുള്ളപ്പ് എന്ന കാര്യം നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണല്ലോ പുള്ളപ്പ്. ഏത് മസിലാണ് പ്രൈം മൂവറായിട്ട് ആക്ട് ചെയ്യുന്നത്? ആ പ്രൈം മൂവർ മസിലിലെ ഇൻസെർഷൻ എവിടെയാണ്? ഓക്കെ, അതാണ് രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മളിവിടെ കണ്ടെത്തണം. പുള്ളപ്പിൽ പ്രൈം മൂവറായിട്ട് ആക്ട് ചെയ്യുന്ന മസിൽ ഏതാണ്? അതിൻ്റെ ഇൻസെർഷൻ ഏതാണ്? ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, പുള്ളപ്സ് മെയിൻലി നമ്മുടെ ഹാൻഡുമായിട്ട് ബന്ധപ്പെട്ട, കൈയുമായി ബന്ധപ്പെട്ട സംഗതിയാണെന്നറിയാം. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ട്രൈസെപ്സ് ബ്രാഞ്ചി, ഒലേക്കറനോൺ പ്രോസസ് ഓഫ് അൾന, ഓപ്ഷൻ 2 പറഞ്ഞിരിക്കുന്ന ബ്രാഞ്ചിയാലിസ്, സ്കാപ്പുലാർ സ്പൈന്,
ഡെൽറ്റോയിഡ് ട്യൂബറോസിറ്റി, ബൈസെപ്സ് ബ്രാഞ്ചി, റേഡിയൽ ട്യൂബറോസിറ്റി, ഇതെല്ലാം ആൻസറായിട്ട് നമുക്ക് തോന്നുന്ന ഒരു സംഗതിയാണ്. പക്ഷേ പുള്ളപ്പ് എന്ന എക്സർസൈസിൽ പ്രൈം മൂവർ, അതായത് എൽബോ ഫ്ലെക്ഷൻ, പ്രത്യേകിച്ച് ഇവിടെ നോക്കുക, എൽബോ ഫ്ലെക്ഷന്, അതായത് മനസ്സിലായോ, ഈ പുള്ളപ്പിലെ എൽബോ ഫ്ലെക്ഷൻ ഫേസിൽ ആക്ട് ചെയ്യുന്ന പ്രൈം മൂവർ ആയിട്ടുള്ള മസിൽ ഏതാണ്, അതിന്റെ ഇൻസേർഷൻ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഫ്ലെക്ഷൻ സമയത്ത് നമുക്ക് എപ്പോഴും എന്താണ്, ബൈസെപ്സ് മസിൽസും, എക്സ്റ്റൻഷന്റെ സമയത്ത് ട്രൈസെപ്സും നമുക്ക് ആവശ്യമായിട്ട് ഉണ്ട്. ഇനി നമുക്ക് ആൻസറിലേക്ക് പോകാം. ഓപ്ഷൻ 4 ബൈസെപ്സ് ബ്രാഞ്ചിയാണ് prime mover for elbow flexion during the exercise pull-up, and radial tuberosity ആണ് അതിന്റെ ഇൻസേർഷൻ പറയുന്നത്. ഓക്കെ, the prime mover for elbow flexion during a pull-up is the biceps brachii and its insertion is the റേഡിയൽ ട്യൂബറോസിറ്റി. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോ മസിൽസും അതിന്റെ ഇൻസേർഷനും കാര്യങ്ങളും എല്ലാം നമ്മൾ ക്ലാസ്സുകളിൽ പറഞ്ഞു പോയിട്ടുള്ളതാണ്. അതിന്റെ പ്രാധാന്യം ഒന്നുകൂടെ അടിവരയിട്ട് ഓർമ്മിപ്പിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചൂസ് ദ കറക്റ്റ് സീക്വൻഷ്യൽ ഓർഡർ ടു സം ദ ടി സ്കോർ. ടി സ്കോർ എങ്ങനെ സം ചെയ്യാം, അതിന്റെ പ്രൊസീജിയേഴ്സ് എന്താണ്, സ്റ്റെപ്സ് എന്തൊക്കെയാണ്, അതാണ് ഇവിടെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ഒരു സീക്വൻഷ്യൽ ഓർഡർ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഓപ്ഷൻ എ നോക്കുക, സം ദ ടി സ്കോർ ഫോർ ഈച്ച് സ്റ്റുഡൻറ്. ആദ്യമേ തന്നെ ഒരിക്കലും അതൊന്നും ചെയ്യേണ്ടി വരത്തില്ല. അസൈൻ ഈച്ച് സ്റ്റുഡൻറ് എ ടി സ്കോർ ഇൻ ഈച്ച് ഓഫ് ദ ടെസ്റ്റ്. അത് എന്തായാലും അസൈൻ ചെയ്യണം ഓരോ കുട്ടിക്കും. അതിന് ആ കുട്ടിക്ക് വേണ്ടതായ ടി സ്കോർ അവിടെ വേണം. ഡെവലപ്പ് ടി സ്കോർ നോംസ് ഫോർ ഈച്ച് ടെസ്റ്റ്. അതെ, ഓരോ കുട്ടിക്കും ടി സ്കോർ നൽകണം എന്നുണ്ടെങ്കിൽ എന്തടിസ്ഥാനത്തിൽ ടി സ്കോർ കൊടുക്കണം എന്നതിന് ഒരു നോംസ് അവിടെ ഡെവലപ്പ് ചെയ്യണമല്ലോ. യെസ്, അപ്പോൾ ബിക്ക് മുമ്പേ വരുന്ന ഒരു സംഗതിയാണ് ഈ പറയുന്നത്. പക്ഷെ ഇതിന് മുന്നേ വേറെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കണ്ടേ. അസൈൻ ഫൈനൽ ഗ്രേഡ്, അതൊരിക്കലും എന്താണ് ആദ്യം വരത്തില്ല, അത് മേ ബി അവസാന സമയത്തോട്ട് വല്ലതും വരുമായിരിക്കും. ഡെവലപ്പ് ഫൈനൽ ലെറ്റർ ഗ്രേഡ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഒരു ഫൈനൽ ഗ്രേഡ് ആദ്യം കൊണ്ടുവന്നിട്ട് വേണം പിന്നെ അതിന് ലെറ്റർ ഗ്രേഡ് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന അടിസ്ഥാനത്തിൽ മേ ബി നോംസ് ഡെവലപ്പ് ചെയ്യുക. ടി ടെസ്റ്റിന് ടി സ്കോർ നോംസ് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഒന്നാമത്തെ കാര്യം. അതിനുശേഷം രണ്ടാമത്തെ കാര്യം ഓരോ സ്റ്റുഡൻറ്റിനും ടി സ്കോറുകൾ ഓരോ ടെസ്റ്റിന് അതായിട്ടുള്ളത് അസൈൻ ചെയ്യുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ കാര്യം വരുന്നത് മിക്കവാറും ഇതായിരിക്കും, അവരുടെ ടി സ്കോറിന്റെ സമ്മ് അത് സമ്മ് ചെയ്യുക. ടി സ്കോർ ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും ടി സ്കോർ സമ്മ് ചെയ്യുക. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഫൈനൽ ഗ്രേഡ് കൊടുക്കുക. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഫൈനൽ ലെറ്റർ ഗ്രേഡ് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യുക. ഇതൊരു പോസിബിൾ ആയിട്ടുള്ള ഇതാണ്. മേ ബി ഡിയും ഇയും ഇച്ചിരി തലതിരിയാനായിട്ട് സാധ്യതയുണ്ട്. നമ്മൾ ഇതുവരെ ഓപ്ഷൻസ് നോക്കിയിട്ടില്ലല്ലോ. സോ അറ്റ് പ്രസന്റ് CBA ആണ് ആദ്യത്തെ ഇതെന്ന് നമ്മളൊന്ന് വിചാരിക്കുകയാണ്. ഈ ഡിയുടെയും ഇയുടെയും നമുക്ക് ഓപ്ഷൻസ് നോക്കിയിട്ട് ഫൈനൽ ചെയ്യാം. ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് നോക്കാം. യെസ്, CBA വന്നിട്ടുള്ള, അപ്പം നമ്മൾ നോക്കുക, ഓൾറെഡി CBA വന്നിട്ടുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുള്ളത് കൊണ്ട് ഇനി നമുക്ക് വേറെ സംശയത്തിനൊരു സാധ്യതയില്ല. നമുക്ക് ആകെപ്പാടെ സംശയത്തിനൊരു സാധ്യത ഉണ്ടായിരുന്നത് ഡിയും ഇയും തമ്മിലുള്ള ഒരു ഇതിലായിരുന്നു. ഓക്കെ, അപ്പം ഡെവലപ്പ് ഫൈനൽ ലെറ്റർ ഗ്രേഡ് സ്റ്റാൻഡേർഡ്സ്, ദെൻ അസൈൻ ഫൈനൽ ഗ്രേഡ്. അത് മാറിയും മറിഞ്ഞും വരാൻ സാധ്യതയുള്ളതാണ്. പക്ഷേ ഈ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഡെവലപ്പ് ടി സ്കോർ നോംസ് ഫോർ ഈച്ച് ടെസ്റ്റ് ആണ് ആദ്യം വരുന്നത്. രണ്ടാമത് വരുന്നത് അസൈൻ ഈച്ച് സ്റ്റുഡൻറ് ടി സ്കോർ ഇൻ ഈച്ച് ഓഫ് ദ ടെസ്റ്റുകളാണ്. പിന്നെ സം ഓഫ് ദ ടി സ്കോർ ഫോർ ഈച്ച് സ്റ്റുഡൻ്റ് ആണ് ആദ്യത്തെ ഇത് വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ ഓപ്ഷൻസ് നോക്കിയിട്ട് ഇയും ഡിയുമായിട്ടാണ് കിടക്കുന്നത്. അല്ലാതെ ഡിയും ഇ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ എവിടെയും കാണുന്നില്ലല്ലോ. യെസ്, അപ്പോൾ നമുക്ക് പോസിബിളി ഈ സെക്കൻഡ് ഓപ്ഷൻ ആണ് ആൻസർ എന്ന് അസ്യൂം ചെയ്യാം. നമുക്ക് നോക്കാം. യെസ്, ഓപ്ഷൻ 2 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നോക്കുക, ആദ്യം ചെയ്യേണ്ട ടി സ്കോർ സം ചെയ്യേണ്ട പ്രോസസ്സാണ്. ആദ്യം എന്താണ്, ടി സ്കോർ നോംസ് ഡെവലപ്പ് ചെയ്യുക. രണ്ടാമത്തേത് എന്താണ്, ഓരോ സ്റ്റുഡൻറ്റിനും അനുയോജ്യമായിട്ടുള്ള അവരുടെ ടി സ്കോർ അസൈൻ ചെയ്യുക. അതിനുശേഷം എന്താണ്, സമ്മ് ചെയ്യുക ടി സ്കോർ. അതിനുശേഷം ഫൈനൽ ലെറ്റർ ഗ്രേഡ് അക്കോർഡിംഗ് ടു സ്റ്റാൻഡേർഡ്സ് കൊടുക്കുക.
അതിനുശേഷം ഫൈനൽ ഗ്രേഡ് അസൈൻ ചെയ്യുക. സോ ഇവിടെ നമുക്ക് ഒന്നുകൂടെ ഉറപ്പിക്കാനുള്ള സംഗതി ഇതായിരുന്നു, ഈ ഡെവലപ്പ് ഫൈനൽ ലെറ്റർ ഗ്രേഡ് സ്റ്റാൻഡേർഡ്സ്, അതായത് ഡെവലപ്പ് ടി സ്കോർ നോംസും അസൈൻ ഈച്ച് അതും സമ്മും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്താൽ മതി, ലെറ്റർ ഗ്രേഡ് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്താൽ മതി. അതിനുശേഷം എന്ത് ചെയ്യാൻ നമുക്ക് അവർക്ക് ഫൈനൽ ഗ്രേഡ് കൊടുക്കാനായിട്ട് സാധിക്കും. സോ അതാണ് ഈ ഡെവലപ്പ് എന്ന വാക്കുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ഈ ഇത് ഉറപ്പിക്കാം കേട്ടോ. ഈ ഓർഡർ നമുക്ക് കറക്റ്റായിട്ട് ഉറപ്പിക്കാം. ഓക്കെ, അല്ലെങ്കിൽ കൂടി ആദ്യത്തെ 3 കറക്റ്റായിട്ട് വന്നതുകൊണ്ട് നമ്മൾ ഓൾറെഡി ആൻസറിലേക്ക് എത്തിക്കഴിഞ്ഞല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വീണ്ടും ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിലെ ഞാനൊന്ന് മെൻഷൻ ചെയ്തായിരുന്നു, 2025 ഡിസംബർ സൈക്കിളിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ അസേർഷൻ റീസൺ ടൈപ്പ് ആണ്. ഫസ്റ്റ് 1ാം സ്ഥാനത്ത് അസേർഷൻ റീസൺ ടൈപ്പും 2ാം സ്ഥാനത്തുള്ളത് മാച്ച് ദ ഫോളോയിങ്ങുമാണ്. അപ്പോൾ ദേ വന്നു, മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വന്നു. മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1ൽ കാണിച്ചിരിക്കുന്നത് ലീഡർഷിപ്പ് സ്റ്റൈൽസ് ആണ്. ലിസ്റ്റ് 2ൽ ഓരോ ലീഡർഷിപ്പ് സ്റ്റൈൽസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ലീഡർഷിപ്പ് പ്രധാനമായിട്ടും സ്പോർട്സ് മാനേജ്മെന്റ് ആ യൂണിറ്റുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത്. ഓക്കെ, നമുക്ക് ലീഡർഷിപ്പ് സ്റ്റൈൽസ് നോക്കാം. വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ UGC നെറ്റ് പരീക്ഷകൾക്കും ഏതെങ്കിലുമൊക്കെ രീതിയിൽ തലതിരിച്ച് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ലീഡർഷിപ്പ്. ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈല്, ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈല്, ലേസിഫയർ ലീഡർഷിപ്പ് സ്റ്റൈല്, ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് സ്റ്റൈല്. ഓക്കെ, ഇതൊക്കെയാണ് ലീഡർഷിപ്പ് സ്റ്റൈൽസ്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. വളരെ താരതമ്യേന ഇച്ചിരി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതില് ലേസിഫയർ എന്നൊരു കാര്യം, ആ ഒരു പേര് ഇച്ചിരി സ്പെഷ്യലായിട്ടുള്ള പേരാണ്. ലേസിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അലസത, അല്ലെങ്കിൽ പണിയെടുക്കാൻ വയ്യാതെ മറ്റുള്ളവരെ കൊണ്ടെല്ലാം അങ്ങ്, അതായത് പുറകെ നടന്നില്ലേ ഇതെല്ലാം അവർ ചെയ്തോട്ടെ ഇവർ ചെയ്തോട്ടെ, അങ്ങനത്തെ ഒരു മൈൻഡ് ഇതാണ് ലേസിഫയർ വരുന്നത്. സോ ലേസിഫയറിൽ മെയിൻലി കോച്ച് ഗീവ്സ് കംപ്ലീറ്റ് ഫ്രീഡം ആവാനാണ് എല്ലാ സാധ്യതയും. പിന്നെ ഓട്ടോക്രാറ്റിക്, ഈ ലേസിഫയറിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഓട്ടോക്രാറ്റിക്. ഇവിടെ കംപ്ലീറ്റ് ഫ്രീഡം കൊടുക്കുന്നുണ്ടെങ്കിൽ ഓട്ടോക്രാറ്റിയിൽ ഫ്രീഡം എന്ന് പറയുന്ന സംഗതിയില്ല, സ്ട്രിക്റ്റ് അതോറിറ്റി ആൻഡ് കൺട്രോൾ ആണ് ഉള്ളത്. ഓക്കെ, ഇനി അടുത്ത ഡെമോക്രാറ്റിക് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത് മേ ബി ഇതായിരിക്കുമല്ലോ, ഡിസിഷൻസ് മെയ്ഡ് കളക്റ്റീവ്ലി, ഏകാധിപത്യ സ്വഭാവവും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഐക്യകണ്ഠേന ഒന്നിച്ച് ഒത്തൊരുമയോടുകൂടി തീരുമാനങ്ങൾ എടുക്കുന്ന ആ ഒരു ടൈപ്പ് ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഡെമോക്രാറ്റിക്. ദെൻ ട്രാൻസ്ഫോർമേഷണൽ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ ട്രാൻസ്ഫോം ചെയ്യിക്കുക, ഇൻസ്പയർ പ്ലെയേഴ്സ് വിത്ത് വിഷൻ, അവരെ ഒരു മാറ്റത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഈ ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, A3 വരുമായിരിക്കും, B1 വരുമായിരിക്കും, C2 വരുമായിരിക്കും, D4 വരുമായിരിക്കും. ഒരു പോസിബിൾ ഇതാണ്. ഇതിൽ എങ്ങാനും എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ ഈ ഡെമോക്രാറ്റിക്കും ട്രാൻസ്ഫോർമേഷനും തമ്മിലായിരിക്കാം മാറ്റം, നമ്മുടെ ഒരു മനസ്സിൽ ചിന്തിക്കുന്നതാണ്. പക്ഷെ ഇല്ല, ഈ ഓട്ടോക്രാറ്റിക്കും ലേസിഫയറും മാത്രം വെച്ച് നോക്കിയാൽ മതിയേ. A3, D2 ഇങ്ങനെ ഓപ്ഷൻസിൽ എവിടെയെങ്കിലും വന്ന് കിടപ്പുണ്ടോ നോക്കാം. A3യും D2വും. യെസ്, A3 വന്ന് കിടപ്പുണ്ട്. A3യും പിന്നെ ഏതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, C2വും. യെസ്, A3യും C2വുമുള്ള ഒരെണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. യെസ്, കണ്ടോ, A3 ഉള്ള 2 എണ്ണം കിട്ടിയിട്ടുണ്ട്, പക്ഷേ C2 ഉള്ളത് ഒരെണ്ണം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ നോക്കുക, നമ്മുടെ B1ഉം D4ഉം ആണോ വരുന്നത്, അല്ലെ B2ഉം? ഇല്ല, നമ്മൾ ഓൾറെഡി Cയിൽ അത് അസൈൻ ചെയ്ത് വന്നല്ലോ, C2 ആണെന്നും A3 ആണെന്നും വന്നല്ലോ. ഓക്കെ, സോ B1ഉം D4ഉം ആകാൻ തന്നെയാണ് സാധ്യത, വേറെ സാധ്യതയൊന്നും കാണുന്നില്ല. നമുക്ക് നോക്കാം ഒന്നുകൂടി. യെസ്, ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിഷൻസ് മെയ്ഡ് കളക്റ്റീവ്ലി ആണ്. ഓട്ടോക്രാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിക്റ്റ് അതോറിറ്റി ആൻഡ് കൺട്രോൾ ആണ്. ലേസിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോച്ച് ഗീവ്സ് കംപ്ലീറ്റ് ഫ്രീഡം ആണ്. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ്, ഇൻസ്പയർ വിഷൻ, അതായത് ഇൻസ്പയർ പ്ലെയേഴ്സ് വിത്ത് വിഷൻ. നമുക്കിനി ആൻസർ നോക്കിയാലോ. യെസ്, ഓപ്ഷൻ 1 ആണ് ആൻസർ ആയിട്ട് വരുന്നത്.
ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ്? അവിടെ ഒരു സ്ട്രിക്റ്റ് അതോറിറ്റി ആൻഡ് കൺട്രോൾ ഉണ്ടാകും. ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിന്റെ പ്രത്യേകത എന്താണ്? ഡിസിഷൻസ് ആർ മെയ്ഡ് കളക്റ്റീവ്ലി എന്നുള്ളതാണ്. ലേസിഫയർ ലീഡർഷിപ്പ് സ്റ്റൈലിന്റെ പ്രത്യേകത എന്താണ്? കോച്ച് ഗീവ്സ് കംപ്ലീറ്റ് ഫ്രീഡം ആണ് അവിടുത്തെ മെയിൻ. ദെൻ ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പിന്റെ ഫീച്ചേഴ്സ് എന്താണ്? ഇൻസ്പയേഴ്സ് പ്ലെയേഴ്സ് വിത്ത് വിഷൻ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 69 വീണ്ടും വന്നു, നമ്മുടെ സ്വന്തം മാച്ച് ദ ഫോളോയിങ്. ഞാൻ വീണ്ടും പറയുന്നു, 2025 ഡിസംബർ സൈക്കിളിൽ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് 1ാം സ്ഥാനവും മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യന് 2ാം സ്ഥാനവും ഞാൻ കൊടുത്തിരിക്കുന്നു. ഓക്കെ, മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്റ്റേജസ് ഓഫ് മിറ്റോസിസ് ആണ്. ഓക്കെ, അപ്പം ലിസ്റ്റ് 1-ൽ സ്റ്റേജസും ലിസ്റ്റ് 2-ൽ ഓരോ സ്റ്റേജിനോടും അനുബന്ധിച്ച് നടക്കുന്ന ഈവൻസുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനെ തമ്മിലാണ് നമ്മൾ മാച്ച് ചെയ്യേണ്ടുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റേജസ് നോക്കാം. മിറ്റോസിസിന്റെ പ്രോഫേസ്, മെറ്റാഫേസ്, ടെലോഫേസ്, അനാഫേസ്, ഇതൊക്കെയാണ് സ്റ്റേജസ്. ദെൻ അടുത്ത അതിന്റെ ഈവൻസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആൻസറിലേക്ക് പോകാം നേരെ. ഓപ്ഷൻ 3 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. പ്രോഫേസ്. ഓക്കെ, മിറ്റോസിസിലെ പ്രോഫേസിൽ നടക്കുന്നത് എന്താണ്? ആദ്യത്തെ സംഗതിയാണ് എന്ത്? ദ ന്യൂക്ലിയർ മെംബ്രെയിൻ ഡിസ്അപ്പിയേഴ്സ്. പ്രോഫേസിൽ എന്താണ് ഡിസപ്പിയർ ആവുന്നത്? ന്യൂക്ലിയർ മെംബ്രെയിൻ ഡിസപ്പിയർ ആകുന്നു. ദെൻ നമ്മുടെ മെറ്റാഫേസിൽ എന്താണ് വരുന്നത്? മെറ്റാഫേസിൽ സെൻട്രോമിയേഴ്സ് ഡിവൈഡ് ആകുന്നു. ഓക്കെ, മെറ്റാഫേസിൽ സെൻട്രോമിയേഴ്സ് ഡിവൈഡ് ആക്കപ്പെടുന്നു. ദെൻ ടെലോഫേസിൽ എന്ത് സംഭവിക്കുന്നു? എ ന്യൂക്ലിയർ മെംബ്രെയിൻ റീഫോംസ് അറൗണ്ട് ഈച്ച് ഓഫ് ദി ക്രോമസോംസ്. ഈ പ്രോഫേസിൽ ഡിസപ്പയർ ആയിട്ടുള്ള ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ത് ചെയ്യും? വീണ്ടും, അതായത് റീഫോംസ് വീണ്ടും വരും. ന്യൂക്ലിയർ മെംബ്രെയിൻ അഗൈൻ അപ്പിയർ ആയിട്ട് വരുന്നു. ദെൻ നമ്മുടെ അനാഫേസിൽ എന്ത് വരും? അനാഫേസിൽ the spindle fibers contract and pull the chromosomes. Okay, അതാണ് ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ എല്ലാ ക്രോമസോംസിന് ചുറ്റും ഇങ്ങനെ വരും. ആനാഫേസിൽ എന്താണ്? സ്പിൻഡിൽ ഫൈബേഴ്സ് കോൺട്രാക്ട് ആക്കപ്പെടുകയും ഈ ക്രോമോസോംസിനെ പുള്ള് ചെയ്യുകയും ചെയ്യുന്നു. സോ ഇതാണ് പ്രോഫേസ്, മെറ്റാഫേസ്, ടെലോഫേസ്, ആനാഫേസ് എന്ന് പറയുന്ന നമ്മുടെ മിറ്റോസിസിലെ സ്റ്റേജസിൽ സംഭവിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എബിലിറ്റി ടു മാനേജ് ദ ആംഗുലർ മൊമെന്റം ഓഫ് യുവർ ബോഡി അറ്റ് ഡിസ്ക്രീറ്റ് ആംഗിൾ ഈസ് കോൾഡ് അസ്. അതായത് മനസ്സിലായല്ലോ, നമ്മുടെ ബോഡിയുടെ ആംഗുലർ മൊമെന്റം ഡിസ്ക്രീറ്റ് ആംഗിളിൽ മാനേജ് ചെയ്യുന്നതിൻ്റെ ആ ഒരു എബിലിറ്റിക്ക് പറയുന്ന പേരാണ് ചോദിച്ചിരിക്കുന്നത്. എബിലിറ്റി to manage the angular momentum of your body at discrete angle. Discrete angle-ൽ നമ്മുടെ ബോഡിയുടെ ആംഗുലാർ മൊമെന്റം മാനേജ് ചെയ്യുന്ന ആ എബിലിറ്റിക്ക് പറയുന്ന പേര് എന്താണ്? ഓക്കെ, ചേഞ്ച് ഓഫ് ഡയറക്ഷൻ ഒരു കാരണവശാലും അവിടെ ആൻസറിൽ വരത്തില്ല. ഓക്കെ, മൾട്ടി ഡയറക്ഷണൽ സ്പീഡും അവിടെ വരാനായിട്ട് സാധ്യതകളൊന്നുമില്ല. പിന്നെയും മൊബിലിറ്റിയും മാനൂറബിലിറ്റിയും ആണ്. മൊബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യെസ്, ഇത് ഫ്രീ ആയിട്ട് പൊക്കോണ്ടിരിക്കുന്ന ആ ഒരു ചലനത്തെ സ്വാധീനിക്കുന്നതാണ് മൊബിലിറ്റി എന്ന് പറയുന്നത്. എന്താണ് മാനൂയൂറബിലിറ്റി? അതാണ് നമ്മൾ ഇനി പഠിക്കേണ്ടത്. മാനൂയൂറബിലിറ്റി എന്ന് പറയുന്നത് അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. Maneuverability refers to the ability to control and change the direction or position of an object അല്ലെങ്കിൽ ബോഡി എഫിഷ്യൻ്റ്ലി. അതായത് നമ്മുടെ ബോഡിയുടെ പൊസിഷന് അല്ലെ ഒബ്ജക്റ്റിന്റെ പൊസിഷനെ കൺട്രോൾ ചെയ്യാനും ചേഞ്ച് ചെയ്യാനും. ഓക്കെ, അപ്പോൾ അതാണ് രണ്ട് ഫീച്ചേഴ്സ് അവിടെയുണ്ട്. കൺട്രോളിങ് ഫീച്ചേഴ്സും ചേഞ്ചിങ് ഫീച്ചേഴ്സും ഒന്നിച്ച് അവിടെയുണ്ട്. അതിന് റെഫർ ചെയ്താണ് മാനൂവറബിലിറ്റി എന്ന് പറയുന്നത്. In sports or physics, it involves managing factors like angular momentum to achieve precise movements or rotations. Precise movements അല്ലെ റൊട്ടേഷൻസ്, അത് സ്പോർട്സിലായിക്കോട്ടെ ഫിസിക്സിലായിക്കോട്ടെ, അതിനു വേണ്ടിയിട്ട് ശരിക്കും ഉപയോഗിക്കുന്ന ഒന്നാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രതിഭാസമാണ് മാനൂവറബിലിറ്റി എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിളായിട്ട് സ്കേറ്റിങ്ങിലെ ഒരു ഇതാണ് വരുന്നത്. കാരണം പ്രത്യേകമായിട്ട് വളരെ സ്പീഡിലായിട്ട്
ടേണിങ് അല്ലെ സ്പിൻസും ഒക്കെ വരുന്ന ഒരു ഇവന്റ് ആണ് സ്കേറ്റിംഗ്. സോ അവരുടെ ബോഡി ബാലൻസ് കാര്യങ്ങളൊന്നും പോവാതെ ആ ഒരു എന്താണ് ബോഡി കൺട്രോളും അതേ സമയത്ത് തന്നെ ചേഞ്ചിങ്ങിനുള്ള ഒരു എബിലിറ്റിയും കാര്യങ്ങളും ഒക്കെ അവർക്ക് കിട്ടുന്നതിൻ്റെ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്, അവരെ സഹായിക്കുന്ന എബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? മാന്യൂവറബിലിറ്റി എന്ന ഈ ഒരു എബിലിറ്റിയാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് പ്ലേയേഴ്സ് ആർ keen to find out if the drills they have practiced have helped them improve their skills during a competitive game. അതായത് പ്ലെയേഴ്സ് ഏത് ടൈപ്പിലുള്ള പ്ലെയേഴ്സിനാണ് അവർ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ചെയ്ത ആ ഡ്രിൽസ് അവരെ കോമ്പറ്റീറ്റീവ് ഗെയിംസിന് സഹായിക്കുന്നത്. ഈ എല്ലാ ലേണേഴ്സും ഒരേപോലെ അല്ലെ, എല്ലാ പ്ലെയേഴ്സും ഒരേപോലെയുള്ള ആൾക്കാരല്ലല്ലോ, ഓരോരുത്തരും ഓരോ രീതിയിൽ വ്യത്യസ്തരായിരിക്കുമല്ലോ. അതാണ് കുറേ ടൈപ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഏത് ടൈപ്പിലുള്ള പ്ലെയേഴ്സ് ആണ് ഇത് ചെയ്യുന്നത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഡ്രിൽസ് ദേ ഹാവ് പ്രാക്ടീസ്ഡ് ഹെൽപ്ഡ് ദം ഇംപ്രൂവ് ദെയർ സ്കിൽസ് ഡ്യൂറിങ് എ കോമ്പറ്റീറ്റീവ് ഗെയിം. അവരുടെ മത്സര സമയത്തെയുള്ള അവരുടെ സ്കില്ല് നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി മുന്നേ പ്രാക്ടീസ് ചെയ്ത സമയത്തെ ഡ്രിൽസ് സഹായിച്ച അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ മുതലെടുത്ത ആൾക്കാർ ഇതിനകത്ത് ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാരാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻ 1 ദ ഗോൾ ഓറിയന്റഡ് പ്ലെയേഴ്സ് ആണോ? ഓപ്ഷൻ 2 ദ പെർഫോമൻസ് ഓറിയന്റഡ് പ്ലെയേഴ്സ് ആണോ? ഓപ്ഷൻ 3 ദ ഈഗോ ഓറിയന്റഡ് പ്ലെയേഴ്സ് ആണോ? അല്ലെങ്കിൽ ഓപ്ഷൻ 4 ദ ടാസ്ക് ഓറിയന്റഡ് പ്ലെയേഴ്സ് ആണോ? നമുക്ക് ആൻസർ നോക്കാം. യെസ്, ദ ടാസ്ക് ഓറിയന്റഡ് പ്ലെയേഴ്സ് ആണ് പഠിക്കുന്ന സമയത്തെ ആ ഡ്രിൽസ് അവരുടെ കോമ്പറ്റീറ്റീവ് സിറ്റുവേഷൻസിന്റെ ആ ഒരു സ്കിൽ ഇംപ്രൂവ്മെന്റിന് വേണ്ടി ഉപയോഗിച്ച ആൾക്കാർ. ഓക്കെ, ടാസ്ക് ഓറിയന്റഡ് പ്ലെയേഴ്സ് ഫോക്കസ് ഓൺ മാസ്റ്ററിങ് സ്കിൽസ് ആൻഡ് ഇംപ്രൂവിങ് പെർഫോമൻസ് ത്രൂ പ്രാക്ടീസ്. അതായത് ഡ്രിൽസിലൂടെ അവരവരുടെ സ്കില്ലുകൾ മാസ്റ്റർ ചെയ്യാനും അല്ലെങ്കിൽ ഉള്ള തെറ്റുകളൊക്കെ മാറ്റി ഇംപ്രൂവ് ചെയ്യാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ടാസ്ക് ഓറിയന്റഡ് പ്ലെയേഴ്സ് എന്ന് പറയുന്നത്. They want to know if the drills helped them get better at the task skill itself, especially in a competitive game. അപ്പോൾ ഇവർ ഈ വെറുതെ അല്ല ഈ സ്കില്ലുകൾ പ്രാക്ടീസ് ചെയ്തത്, ഉറപ്പായിട്ടും അവരുടെ കോമ്പറ്റീറ്റീവ് സമയത്ത് ആ സ്കില്ലിനെ ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ ഉറപ്പായിട്ടും അവരത് ആ സ്കില്ലിനെ എസ്റ്റാബ്ലിഷ് അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്ത് കാണിക്കുന്ന ആൾക്കാരാണ് ടാസ്ക് ഓറിയന്റഡ് ആയിട്ടുള്ള ആൾക്കാർ. സോ നമ്മൾ ടാസ്ക് ഓറിയന്റഡ് എബിലിറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്ലെയേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഇവിടെ ഇപ്പോൾ പരിചയപ്പെട്ടത്. അപ്പോൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഇനിയും ഡിസ്കസ് ചെയ്ത് പഠനം മുന്നോട്ട് കൊണ്ടുപോകാം. താങ്ക് യു.